നമസ്കാരം. ഇത്തവണ ലോക ആയുർവേദ ദിനാചരണം ഒക്ടോബർ 23 ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ ഇത് ദീപാവലിയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസവുമായിട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഈ ദിവസമാണ് ധന്വന്തരി ജയന്തിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ധന്വന്തരി ഭഗവാൻ അമൃത കലശവുമായി പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്നു എന്നും ഈ അമൃത് ജനോപകാരാർത്ഥം ആയുർവേദ രീതിയിൽ പ്രയോജനപ്പെടുന്നു എന്നുമാണ് വിശ്വാസം. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുത്ഥിതോ അംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിംഹര മാരുതാലയേശ എന്ന് നാരായണീയത്തിൽ ഈ ധന്വന്തരി അമൃത കലശവുമായി ഉയർന്നു വന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ പ്രധാന പ്രയോജനം തന്നെ രോഗം വരാതെ സൂക്ഷിക്കുക എന്നതും രണ്ടാമത്തെ പ്രയോജനമായിട്ടാണ് രോഗത്തിനുള്ള ചികിത്സയായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഈ ഒരു പ്രിവെൻറ്റീവ് മെഷറിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പഥ്യക്രമങ്ങളോടുകൂടി ആഹാര ആചാരങ്ങളും ഔഷധങ്ങളും ഉപയോഗിക്കുമ്പോൾ രോഗം മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു ആരോഗ്യ വീക്ഷണമാണ് ആയുർവേദത്തിന് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ പറ്റും. അതും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ആരോഗ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റും. അതാണ് ഈ ആയുർവേദത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം തന്നെ. ഇത്തവണത്തെ ഈ ആയുർവേദ ദിനാചരണത്തിൻ്റെ തീമായിട്ട് വച്ചിരിക്കുന്നത് ഹർ ദിൻ ഹർ ഘർ ആയുർവേദ എന്നാണ്. എല്ലാ ദിവസവും എല്ലാ വീട്ടിലും ആയുർവേദം വേണം എന്നാണ്. അതായത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ആയുർവേദ ഔഷധങ്ങൾ തന്നെ അവരുടെ ഓരോ ചെറിയ പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ആയുർവേദത്തിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ, ഒരു പ്രചാരണമാണ് ഇത്തവണ കൂടുതലായിട്ടും ഊന്നൽ നൽകുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ ആയുർവേദത്തിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അതായത് എന്തെല്ലാം ആണ് രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നവരെയുള്ള ദിനചര്യ, ആരോഗ്യകരമായ ദിനചര്യ. ഈ ദിനചര്യയിൽ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ അത് ഋതുചര്യയായി. അപ്പോൾ ഈ വേണ്ട രീതിയിലുള്ള ഈ ദിനചര്യയും ഋതുചര്യയൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് രോഗവിമുക്തനാകാനും കഴിയും. ഇതെല്ലാമാണ് ഇത്തവണത്തെ ഈ ആയുർവേദ ദിനത്തിൻ്റെ സന്ദേശം. എല്ലാവർക്കും എല്ലായ്പ്പോഴും ആരോഗ്യം എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യമാണ് ശരിക്ക് ഒരു രാഷ്ട്രത്തിന് ഏറ്റവും പ്രധാനം. ആരോഗ്യമുള്ള ജനത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ സമ്പത്താണ്. അതിന് ആയുർവേദത്തിന് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം വിശ്വാസം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആയുർവേദം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ഹർ ദിൻ ഹർ ഘർ ആയുർവേദ എന്ന തീം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തവണ ആയുർവേദ ദിനം ആചരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.